മൂക്കിലോട്ടിത് തുണി. സാർ ആദ്യം വന്ന സ്ഥലത്തോട്ട് തിരിച്ചു വന്നേക്കുക. ലേബർ റൂം ഇവിടുന്ന് കിട്ടിയ മോനെ. തിയാഗോ 36 ദിവസം 36 ദിവസം 36 ദിവസം. പോവാ എവിടെ പോവാ? ടാറ്റ. ഇപ്പൊ എങ്ങനെയുണ്ട് അവിടെ? ബാഗ് ഓക്കെ. ഒന്നിനെ കുഴപ്പമൊന്നുമില്ലേ? ഡോക്ടറെ അടുത്ത് അതൊന്നും പറയും. ചിങ്കിടു ലിഫ്റ്റേ കയറി. എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? അന്ന് ഓർമ്മയില്ലല്ലോ, ഇപ്പൊ ഓർമ്മയുണ്ടല്ലോ. എന്നാ മറന്നു തോന്നുന്നു കേട്ടോ. പിന്നെ കണ്ടില്ല, ഇന്നാ കാണുന്നത്. എന്താ പറഞ്ഞു ഡോക്ടർ? ചൂടോ വല്ലതും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറയുന്നത്. തൊട്ട് നോക്കുമ്പോ ചൂടോ? ചൂടല്ല, കുറുകുറുപ്പുണ്ട്. ആണോ? നല്ലതായിട്ട് ശ്വാസം വലിച്ചു വിടുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു വീസിങ് പോലെ, ഈ വിസിലിന്റെ സൗണ്ട് പോലെ ഇങ്ങനെ ഇടയ്ക്ക് 1-2 വട്ടമൊക്കെ കേൾക്കാം. അപ്പൊ അതൊക്കെ കേൾക്കുന്നുണ്ട്. ചോറുകാരുണ്ടേ, എളുപ്പം കഴിക്കുമ്പോ കണ്ടേ. ഫ്രൈഡ് റൈസ് ആണല്ലോ, വെജിറ്റബിൾ റൈസ്. കഴിക്കാങ്ങോട്ട്. ചേച്ചിയുടെ അംഗൻവാടി കാണാൻ വന്നേക്കുവാ. കുഞ്ഞ് ചേച്ചി പെണ്ണിന്റെ അംഗൻവാടിയിൽ വന്നതാ ചേച്ചിയൊക്കെ കാണാൻ. നാക്കെ പിന്നെ മുറിവുണ്ടോ? ഒന്ന് നീട്ടിക്കേ, നാക്കെ നീട്ടിക്കേ. കുഞ്ഞിന് വേദനയുണ്ടോ? വലിയേച്ചിയെ കല്ലൂന് കൊടുക്കട്ടെ. കല്ലിന്റെ വീട്ടിൽ കൊണ്ടുപോട്ടെ. ഈ മാല ഏത് മാലയായത്? കല്ലിപ്പെണ്ണിന്റെ മുടി കൊള്ളാലോ. അതൊക്കെ ഇപ്പൊ കരച്ചില്ല. എണ്ണ തേച്ച് കിടത്താൻ പറ്റത്തില്ല. ആ ഷീറ്റിലോട്ട് കിടത്തുമ്പോഴേ കാർച്ച തുടങ്ങും. അപ്പം എണ്ണ തേച്ചിട്ട് അമ്മ ഇങ്ങനെ എടുത്തൊന്ന് പിടിക്കും. ഇങ്ങനെ എടുത്ത് പിടിച്ച് കുറച്ച് നേരം പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് കരച്ചിലൊന്ന് നിർത്തും. പിന്നെയും കിടത്തുമ്പോൾ പിന്നെയും ഈ ചുണ്ട് കൊളുത്തി വിങ്ങി പൊട്ടിയ കരയുന്നത്. എന്നിട്ട് കാർച്ച അങ്ങ് വരെ കേൾക്കാം. കഴിഞ്ഞ ദിവസം അച്ഛൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വന്നപ്പോ റോഡിൽ നിന്ന് കേട്ടെന്നും പറഞ്ഞ് അച്ഛൻ പാഞ്ഞു വന്നു. എന്തോ പറ്റി? പിന്നെ എന്താ കരയുന്നത്? ഞാൻ പറഞ്ഞു കുളിപ്പിക്കുക, അതിനെ കരയുന്നു.
പണിക്ക് പോയിട്ട് ഇങ്ങനെ ചോറ് കഴിക്കാൻ വന്നേ. അപ്പൊ പാഞ്ഞച്ഛൻ വണ്ടിയിൽ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി കരച്ച് കുഞ്ഞ് കരയുന്നത് അങ്ങൂന്നേ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുളിപ്പിക്കുമ്പോ അവൻ അങ്ങനാന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് പേടിയായിരുന്നു. ഞാൻ കുളിപ്പിക്കുമ്പോ ചേച്ചിയോട് പറയൂ എന്തു എന്റെ പേടി കണ്ടിട്ട് അവർക്ക് നിലവേ കുളിപ്പിക്കാൻ പോലും, വേറെ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ടാണെങ്കിൽ അവര് അങ്ങനൊന്നും അല്ല കുളിപ്പിക്കണമെന്ന് പറയും. ഇവർക്ക് നമ്മളെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലേ. ഇപ്പൊ ഞാൻ പറയാം, അയ്യോ അങ്ങനെ ചെയ്യാൻ കരയുന്നു എടുക്കും മതി എന്ന് പറഞ്ഞ് കിടന്ന് ഞാനും കൂടെ കിടന്ന് കരയും. അതുപോലെ കാർച്ചയായിരുന്നു. ഇപ്പൊ പിന്നെ അറിയാം ഇത് അടവാണ്. അങ്ങനെ പിന്നെ ഇങ്ങനെ താഴെ ഇരിക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. പാല് ഇച്ചിരി ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കൊടുത്തിട്ടാണ്. ഒറ്റ കാർച്ചയായിരുന്നു. ആ തുണി എങ്ങോട്ട് വിരിച്ചെന്ന് കിടത്താൻ പൊതിഞ്ഞെടുക്കും. വഴക്കം ഉണ്ട്. ഈ പാല് കുടിക്കാൻ ഇവൻ ഈ ഉറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു സമയത്തങ്ങ് എഴുന്നേക്കത്തില്ല. നമ്മൾ ഇങ്ങനെ ഇട്ട് തോണ്ടി വിളിച്ചാൽ എന്തെല്ലാം ചെയ്താൽ അവര് പറയുന്ന സിസ്റ്റർമാരൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ തട്ടിയൊക്കെ കരയിപ്പിച്ചൊക്കെ കൊണ്ടുവരും. നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളല്ലാതൊക്കെ നോക്കിയാൽ വെള്ളമൊക്കെ തൊട്ട് തുടച്ചപ്പോൾ ഇവൻ എണീക്കത്തില്ല. എന്നിട്ട് ഇവൻ എഴുന്നേക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ വിശന്ന് അങ്ങേയറ്റം പറ്റുമ്പോ ചാടി എഴുന്നേക്കും. പിന്നെ അങ്ങ് വാശിയാ, പിന്നെ ഏക്കത്തില്ല. പിന്നെ മുഖം ഇട്ട് ഇങ്ങനെ അടിക്കുക. നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്തു കൊടുത്താൽ ഇവൻ ഏക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒരു വിധത്തിലാ പാല് കൊടുത്തു അത് ചുമക്കും മുഖം എല്ലാം കൂടെ അന്നേ എങ്ങേ അറ്റം പറ്റി കഴിയുമ്പോഴല്ലേ മുഖം ചുമക്കുന്നത് വിശന്ന്.